ശബരിനാഥൻ, ഇപ്പോൾ മാനവവിഭവശേഷി മന്ത്രിയുടെ പ്രതികരണമാണല്ലോ നമ്മൾ അവസാനം കണ്ടത്. പരീക്ഷ റദ്ദാക്കില്ല എന്ന് പറയുന്നു. ക്രമക്കേടിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായി മാത്രമാണോ കാണുന്നത്? സ്മൃതി, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയം തന്നെയാണ് ഈ പേപ്പർ ചോർച്ച എന്നുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറയുന്നൊരു സമയമാണ്. ഈ നീറ്റ് എക്സാമിനൊക്കെ എത്രയോ മുമ്പ് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ശ്രീ രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു, പ്രത്യേകിച്ച് MP, UP, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്ന 6 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ തടയുമെന്നുള്ളതാണ്. അത് ശരിയായി തന്നെ ഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ക്ഷേമം അനുസരിച്ചുള്ള മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം തന്നെയുണ്ട്. ഇത് കേവലം ഒരു പേപ്പറിന്റെ വിഷയം മാത്രമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 2 പ്രധാനപ്പെട്ട പരീക്ഷകളുടെയാണ് ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നത്. ഏകദേശം 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള മെഡിക്കൽ നീറ്റ് പരീക്ഷ, അതേപോലെ തന്നെ ഇന്നലെ റദ്ദാക്കി ഏകദേശം 11 ലക്ഷം ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കും JRFന് വേണ്ടി എഴുതിയിട്ടുള്ള UGC നെറ്റ് പരീക്ഷ. അപ്പോൾ 35 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള 2 പരീക്ഷകൾ ഇന്ന് സംശയത്തിന് നിഴലിലാണ്. ഇതേ ടെസ്റ്റിംഗ് ഏജൻസി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ഇതിനോടൊപ്പം MBAക്കുള്ള CAT പരീക്ഷ നടപ്പിലാക്കുന്നത്, IITക്കുള്ള JEE പരീക്ഷ നടപ്പിലാക്കുന്നത്, ഗ്രാജുവേറ്റ് ഫാർമസി പരീക്ഷ നടപ്പിലാക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന, വിശ്വസിക്കുന്ന ഈ ഒരു സംവിധാനത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഒരു വിഷയത്തെ ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഇതുപോലെ പരീക്ഷ എഴുതിയ ഒരാളെന്ന രീതിയിലാണ്. വളരെ ടെൻഷനിലാണ് ഈ വിദ്യാർത്ഥികൾ, 17-18 വയസ്സുള്ള ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. ആ ടെൻഷനിടയിൽ അവർ ഈ ബുദ്ധിമുട്ടി അവർ OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു വിശ്വാസം, അവർക്ക് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്ന ഈ സർക്കാരോ സംവിധാനമോ അവരുടെ ഭാഗത്തൊരു പാളിച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ സംവിധാനം 100% സുതാര്യമായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസമാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കും, ഇത് ഒരു സംസ്ഥാനത്തിലെ മാത്രം വിഷയമല്ല. ഈ നീറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അറസ്റ്റുകൾ നടന്നിട്ടുള്ളത് ഗുജറാത്തെ ഗോദ്രയിൽ ഒരു ടീച്ചർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ബീഹാറിൽ ഏകദേശം 15-20 ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അറസ്റ്റ് ചെയ്ത ഒരാളുടെ ഇന്നത്തെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്, തനിക്ക് പരീക്ഷയുടെ തലേ ദിവസം കിട്ടിയ ചോദ്യപേപ്പർ 100% അതുപോലെ തന്നെയാണ് പിറ്റേ ദിവസം മെയിൻ പരീക്ഷയ്ക്ക് വന്നതെന്നുള്ളതാണ്. മൂന്നാമത്, ഡൽഹിയിൽ ആൾമാറ്റത്തിൻ്റെ പേരിൽ ഇമ്പോർട്ടൻറ്റ് പേരിൽ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്തർ സംസ്ഥാന ഈ ഒരു ഗ്യാങ് എങ്ങനെയോ ഈ NTA-യിൽ വന്നു കയറുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. വീണ്ടും ഇത് പരീക്ഷാ ചോർച്ചയോടൊപ്പം തന്നെ 1563 ആളുകൾക്ക് റാൻഡമായിട്ട് ഒരു കാരണവുമില്ലാതെ ഗ്രേസ് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രേസ് മാർക്ക് കൊടുത്തതിനൊരു അടിത്തറയായി പറഞ്ഞത്, ചില ആളുകൾക്ക് പരീക്ഷ എഴുതിയപ്പോൾ ചില അവരുടേതല്ലാതെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി, ആ ആളുകൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ എത്രയോ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവർക്കാർക്കും ഗ്രേസ് മാർക്ക് ഇല്ല. ഗ്രേസ് മാർക്ക് എന്നാൽ അവർ ഇത് പ്രഖ്യാപിച്ചതുപോലുമില്ല. റിസൾട്ട് വന്ന് ചില അനോമാലീസ് കണ്ടപ്പോൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ സർക്കാർ പറയുകയാണ്, NTA പറയുകയാണ്, അത് 1560 ആളുകൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു സെൻറ്ററിലുള്ള 6 പേർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു. ഞാൻ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും കാര്യക്ഷമതയോ എഫിഷ്യൻസിയോ വിജ്ഞാനത്തിലോ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 1-2 ആളുകൾക്ക് 720 മാർക്ക് കിട്ടുന്ന പരീക്ഷയിൽ ഇത്രയധികം ആളുകൾ കിട്ടുമ്പോൾ അതിൽ 6 പേരുടെ സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ചുള്ള വലിയ പരാതികൾ കേരളത്തിലുടനീളം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പത്തിനെ, ഈ കുട്ടികളെ കേരളത്തിലും ഇന്ത്യയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഡോക്ടർമാരാകേണ്ട ഒരു പരീക്ഷയിൽ നാളെ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് സെക്ടറിലേക്കും വെളിയിൽ പോയി പഠിക്കാൻ ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വരുമ്പോൾ അത് നാട്ടിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വിഷയം തന്നെയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും അത് കണ്ടെത്തണം. എല്ലാ വിഷയങ്ങളിലും മറുപടി പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല? പരീക്ഷയപ്പോൾ ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രിയാണ്. പരീക്ഷയപ്പോൾ ചർച്ച എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുമ്പ് സെറ്റിട്ട് ആളുകളോട് സംസാരിക്കുന്നതാണ്. ഈ നീറ്റ് പരീക്ഷയ്ക്ക് വരുന്ന കുട്ടികളെ എന്തുമാത്രം ഹാരസ് ചെയ്യുന്നു. ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. വലിയ ചെക്കിംഗ് നടത്തുന്നു, സ്കാനിങ് നടക്കുന്നു, അവരുടെ ഡ്രസ്സ് പരിശോധിക്കുന്നു. പല കേസുകളിലും പല വിവാദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ഒരു പരീക്ഷ മര്യാദയ്ക്ക് നടത്തുന്നില്ല? സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത പണമുണ്ടാക്കി മാതാപിതാക്കൾ കോച്ചിങ് സെൻറ്ററിൽ വിടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ആളുകൾ പഠിക്കുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ തന്നെ 0.0001% തെറ്റെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. ഈ സുപ്രീം കോടതി എന്തായാലും
എന്തായാലും ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുറപ്പ് വരുത്തുന്ന രാഷ്ട്രീയം കൂടി കോൺഗ്രസ് പറയുകയാണ്. അത് NSU അടക്കം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ സമരം നടത്തുകയാണ്. പാർലമെന്റിൽ വളരെ ശക്തമായ വിഷയം നമ്മൾ ഉന്നയിക്കാൻ പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം ഇല്ലാതെ ഈ വിഷയത്തിൽ ഒന്നിക്കുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ ജനങ്ങളുടെ വിഷയം പൊളിറ്റിക്കൽ വിഷയമാണ് സ്മൃതി. അതിലെന്താണ് തെറ്റ്? Debate with Smriti Parithikad.